5.5 കോടി വർഷങ്ങളായി ഭൂമിയിൽ നിലനിൽക്കുന്ന വനം, ലോകത്തിന്റെ ശ്വാസകോശം, ഭൂമിയിലെ ഓരോ മനുഷ്യന്റെയും സ്വകാര്യ അഹങ്കാരം, മാന്ത്രികം, നിഗൂഢം, അഭിമാനം, അങ്ങനെ എല്ലാവർക്കും എന്തൊക്കെയോ ആണ് ആമസോൺ എന്ന കൊടും വനം. തെക്കേ അമേരിക്കയിലെ 9 രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന, തുടർച്ച നഷ്ടപ്പെടാത്ത ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാടാണ് ആമസോൺ. സസ്യജന്തുജാലങ്ങളുടെ വൈവിധ്യത്താൽ ലോകത്തിന്റെ ഒരു അതുല്യ ഭാഗമാണ്. ആഗോള കാലാവസ്ഥയിൽ ചെറുതല്ലാത്ത സ്വാധീനം ചെലുത്താൻ 55 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ആമസോൺ മഴക്കാടുകൾക്ക് സാധിക്കുന്നുണ്ട്. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളുടെയും പകുതിയോളം ഇവിടെയുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. 40,000 തരം സസ്യങ്ങൾ, 2200 തരം മീനുകൾ, 1294 തരം പക്ഷികൾ, 247 ഇനം സസ്തനികൾ, 428 ഇനം ഉഭയജീവികൾ, 378 ഇനം ഉരകങ്ങൾ, ദശലക്ഷക്കണക്കിന് ഇനം പ്രാണികൾ. തീർന്നില്ല, 1360 ഏക്കർ നിബിഡവനം, ഗ്രഹത്തിലെ ശേഷിക്കുന്ന ഉഷ്ണമേഖലാ മഴക്കാടുകളുടെ 1/3, 4202 മൈൽ വളഞ്ഞുപുളഞ്ഞ നദികൾ എന്നിവ ഈ ജൈവ വൈവിധ്യത്തോടൊപ്പമുണ്ട്. ഓരോ വർഷവും ഡസൻ കണക്കിന് പുതിയ സ്പീഷീസുകൾ കണ്ടുപിടിക്കുന്നുമുണ്ട്. ഇനിയും കണ്ടെത്തിയിട്ടില്ലാത്ത അനേകം സസ്യങ്ങളും ജീവജാലങ്ങളുമുള്ള ഈ മഴക്കാട് ജനിതക വൈവിധ്യത്തിന്റെ കലവറയാണെന്നാണ് ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നത്. എന്നാൽ ഭൂമിയുടെ ശ്വാസകോശം എന്ന് വിശേഷിപ്പിക്കുന്ന ആമസോൺ കാടുകളിൽ ഇപ്പോൾ നടക്കുന്നത് റെക്കോർഡ് വനനശീകരണമാണ്. ആമസോണിനെ പോലൊരു വലിയ കാട് തുടർച്ചയായി കത്തുമ്പോൾ എത്രമാത്രം കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും പുറന്തള്ളപ്പെടുന്നത്? ആമസോൺ കാടിന്റെ പ്രശ്നം ലോകജനതയുടെ പ്രശ്നമാകുന്നതെങ്ങനെ? കാട് ഇവിടെയല്ലല്ലോ, അവിടെ നശിച്ചാൽ ഇവിടെ എന്ത് പ്രശ്നം? ഇതൊക്കെയായിരിക്കും സംശയം. അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ നേരിയ വർധനവ് പോലും അന്തരീക്ഷ താപനിലയുടെ വർധനവിന് കാരണമായി തീരും. തീയിട്ടും ഒന്നായി വെട്ടി നശിപ്പിച്ചും ആമസോൺ ഇല്ലാതാകുമ്പോൾ ഇത് ലോകത്താകമാനമാണ് ബാധിക്കുന്നത്. മനുഷ്യവാസവും ആമസോൺ തടത്തിലെ ഭൂമിയുടെ വികാസവുമാണ് ആമസോൺ വനനശീകരണത്തിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന്. സംരക്ഷിത മേഖലകളിൽ പോലും സർവ്വസന്നാഹങ്ങളോടെയും കൃഷി മുന്നോട്ട് നീങ്ങുകയാണ്. മൈനിംഗ് പ്രവർത്തനങ്ങൾ 24 മണിക്കൂറും ഇടതടവില്ലാതെ നടക്കുന്നു. ഉഷ്ണമേഖലാ കാടുകളിലെ ഏറ്റവും ജൈവ വൈവിധ്യമേറിയതും വലുതുമായ മഴക്കാടെന്നത് ഇനി കടലാസിൽ മാത്രം ഒതുങ്ങിയേക്കാം. വെട്ടിനികത്തലുകൾ ഓരോ മിനിറ്റിലും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണവിടെ. ആമസോൺ കാടുകൾക്ക് തീയിട്ടപ്പോൾ ആ തീപിടുത്തം ബഹിരാകാശ നിലയത്തിൽ നിന്നും കാണാൻ കഴിയുന്നുവെന്ന് നാസ റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ അതിന്റെ ഗൗരവം എത്രമാത്രമെന്ന് ചിന്തിച്ചു നോക്കൂ. ആമസോൺ മഴക്കാടുകൾ അപ്രത്യക്ഷമായാൽ എന്ത് സംഭവിക്കും? മെഡിക്കൽ നഷ്ടം. 90% രോഗങ്ങൾക്കും ആമസോണിന്റെ പ്രകൃതി നൽകുന്ന മരുന്നുകൾ കൊണ്ട് ചികിത്സിക്കാവുന്നതാണ്. ലോകം മരുന്നുകൾക്കായി പ്രധാനമായും ആശ്രയിക്കുന്നത് ആമസോൺ മഴക്കാടുകളെയാണ്. വനം നശിച്ചാൽ മെഡിക്കൽ മേഖലയും നശിക്കും. ഗുരുതര രോഗങ്ങളായ രക്താർബുദം, ഗ്ലോക്കോമ, ഹൃദ്രോഗം തുടങ്ങിയ രോഗങ്ങൾക്കുൾപ്പെടെയുള്ള മരുന്ന് ഇവിടെ നിന്നാണ് ലഭിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ, ആമസോൺ മഴക്കാടുകൾ ഇല്ലാതായാൽ ഫാർമസ്യൂട്ടിക്കൽ വ്യവസായം ഭീമമായ നഷ്ടം നേരിടേണ്ടി വരുമെന്ന് മാത്രമല്ല, രോഗങ്ങൾക്ക് മരുന്ന് കിട്ടാതാകുകയും ചെയ്യും. ക്യാൻസറിനും ഹൃദ്രോഗത്തിനുമെതിരെ സജീവമായ കണികകൾ നൽകുന്ന 3000 സസ്യങ്ങൾ 70% ലോകത്തിന് നഷ്ടമാകും. ക്യാൻസറിനുള്ള മരുന്നായ പെരിവിങ്കിൾ രക്താർബുദം ബാധിച്ച ധാരാളം കുട്ടികളെ ഗണ്യമായി രക്ഷിച്ചു. വെൻക്രിസ്റ്റൻ എന്ന മഴക്കാടുകളിൽ നിന്നാണ് ഈ മരുന്ന് ലഭിക്കുന്നത്. ലോക ജീവജാലങ്ങളുടെ കാര്യത്തിൽ നാശം. നമ്മൾ നേരത്തെ പറഞ്ഞു, ലോകത്തിലെ പകുതി സ്പീഷീസുകളും ആമസോൺ മഴക്കാടുകളിലാണ് വസിക്കുന്നതെന്ന്. മഴക്കാടുകൾ ഇല്ലാതാകുന്നതോടെ ഇത്തരം ജീവികളുടെ ആവാസ കേന്ദ്രവും നശിക്കുന്നു. വനനശീകരണത്തിലൂടെ ലോകമെമ്പാടും ഓരോ ദിവസവും 137 ഇനം സസ്യങ്ങൾ, മൃഗങ്ങൾ, പ്രാണികൾ എന്നിവ നമുക്ക് നഷ്ടപ്പെടുന്നു. ഈ നിരക്ക് തുടർന്നാൽ വംശനാശ ഭീഷണി നേരിടുന്ന എല്ലാ ജീവിവർഗങ്ങളും ഉൾപ്പെടെ പകുതി ജീവിവർഗങ്ങളെയും ലോകത്തിൽ നഷ്ടമാകും. കൃഷി, ജലം, ഭക്ഷ്യവിതരണങ്ങൾ എന്നിവയ്ക്ക് ഭീഷണി. ആമസോൺ കാടുകളുടെ നാശവും തിരോധാനവും ചൂട് കൂടിയ താപനിലയിലേക്കും ഇടയ്ക്കിടയ്ക്കുള്ള വെള്ളപ്പൊക്കത്തിലേക്കും നീണ്ട വരൾച്ചയിലേക്കും ലോകത്തെ നയിക്കും. മഴയുടെ അളവ് ക്രമാതീതമായി കുറയുന്നത് കീടങ്ങളും അണുബാധയും വർദ്ധിപ്പിക്കുന്നു. വെള്ളം കുറയുന്നത് വിളകൾ വിതയ്ക്കുന്നതിനും പരിപാലിക്കുന്നതിനുമുള്ള വിഭവങ്ങൾ കുറയ്ക്കുന്നു. ലോകമെമ്പാടുമുള്ള ഭക്ഷ്യവൈവിധ്യങ്ങൾ. ലോകത്തിലെ ഭക്ഷണത്തിന്റെ വലിയൊരു ശതമാനവും വനത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഓറഞ്ച്, നാരങ്ങ, അവക്കാഡോ, മാമ്പഴം, പൈനാപ്പിൾ, അത്തിപ്പഴം,
വാഴപ്പഴം, തെങ്ങ് തുടങ്ങി 3000-ലധികം ഭക്ഷ്യയോഗ്യമായ പഴങ്ങൾ വനത്തിൽ അടങ്ങിയിരിക്കുന്നതിനാൽ ആമസോൺ മഴക്കാടുകൾ നഷ്ടപ്പെടുന്നത് നമ്മുടെ ഭക്ഷ്യവിതരണത്തെ സാരമായി ബാധിക്കും. വായുവിന്റെ ഗുണനിലവാരം. ആമസോൺ വനം കത്തിക്കുന്നത് വലിയ അളവിൽ കാർബൺ പുറന്തള്ളാൻ ഇടയാക്കും. സംഭരണത്തേക്കാൾ വലിയ ഉദ്വമന സ്രോതസ്സായി ഇത് മാറും. വനനശീകരണം അർത്ഥമാക്കുന്നത് CO2 ഓക്സിജനിലേക്ക് പുനരുപയോഗം ചെയ്യുന്നത് നിർത്തുക എന്നാണ്. കാട്ടുതീ. മഴയുടെ അളവ് കുറയുന്നതിനാൽ വരണ്ട കാലാവസ്ഥയായിരിക്കും. താപനില ഏകദേശം 3 ഡിഗ്രി സെൽഷ്യസ് വർദ്ധിച്ചാൽ അത് സ്വാഭാവിക തീപിടുത്തത്തിന് കാരണമാകും. അത് ആമസോൺ മഴക്കാടുകളുടെ 75% നശിപ്പിക്കുകയും ചെയ്യും. മനുഷ്യനിർമ്മിതമായ തീ ഇപ്പോഴും വനത്തെ വേദനിപ്പിക്കുന്നു. ആമസോണിൽ ഉണ്ടാകുന്ന കാട്ടുതീ സൃഷ്ടിക്കപ്പെടുന്ന വായു മലിനീകരണം ആഗോള തലത്തിൽ തന്നെ കാലാവസ്ഥയും ജനങ്ങളുടെ ആരോഗ്യത്തെയും ബാധിക്കാൻ കെൽപ്പുള്ളതാണെന്ന് പഠനങ്ങൾ പറയുന്നു. ആമസോണിന്റെ തിരോധാനം തീർച്ചയായും നമ്മെ നാശത്തിലേക്ക് നയിക്കുമെന്നത് വ്യക്തമാണ്. 2019 തീപിടുത്തത്തോടെ ലോകം ഏറെക്കുറെ അതിന്റെ അനന്തരഫലങ്ങൾ കണ്ടു. അതിന്റെ പ്രത്യാഘാതങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു. ശ്വാസകോശത്തെ ശ്വാസം മുട്ടിക്കുന്നത് നമ്മുടെ നാശത്തിലേക്ക് തന്നെ നയിക്കും. ആശങ്കയോടെ കാത്തിരുന്ന് തന്നെ കാണാം എല്ലാവരും കൂടി ആമസോൺ കാടിനെ മായ്ച്ചു കളയുമോ എന്ന്. If you like our content, please like, share and subscribe. Enable the bell icon to get the next interesting videos notification.